എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ്. ഇന്നത്തെ ചേരുവകൾ എന്ന് പറയുകയാണെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ് MCQs, അഡോളസെൻ്റ് സൈക്കോളജിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിങ്ങിൻ്റെ MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഹിയർ ദ ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. സൈക്കോളജി ഈസ് എ സയൻസ്. ഹു ഈസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി? ഓപ്ഷൻസ് ആർ ബോറിംഗ്, ഹൾ, വൂഡ് ആൻഡ് ടോൾമാൻ. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം സൈക്കോളജി എന്ന വാക്ക് 2 ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത്. സൈക്കെ വിച്ച് മീൻസ് സോൾ, ലോഗോസ് വിച്ച് മീൻസ് സയൻസ്, ആൻഡ് ഓൾമോസ്റ്റ് സയൻസ് ഓഫ് സോൾ ആണ് സൈക്കോളജിയുടെ മീനിങ്. എവല്യൂഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി പറയുകയാണെങ്കിൽ സയൻസ് ഓഫ് സോൾ, സയൻസ് ഓഫ് മൈൻഡ്, സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്, സയൻസ് ഓഫ് ബിഹേവിയർ, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എവല്യൂഷൻ ഓഫ് കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വില്യം വൂണ്ടാണ് ഫാദർ ഓഫ് സൈക്കോളജി. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ചോദിക്കുകയാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ചോദ്യത്തിൽ അതായത് ചോദ്യം ഫാദർ ഓഫ് സൈക്കോളജിയും ചോദിക്കുമ്പോൾ വില്യം വൂണ്ടും അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് വില്യം വൂണ്ടാണ്. നമ്മൾ ഇന്നത്തെ അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ദാറ്റ് ഈസ് വില്യം വൂണ്ട്. ഹു ഈസ് എ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ദാറ്റ് ഈസ് വില്യം വൂണ്ട്. എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയും അതുപോലെ തന്നെ ഫാദർ ഓഫ് സൈക്കോളജിയും വില്യം വൂണ്ടാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വിച്ച് മെത്തേഡ് ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എ സയൻസ്? ഓപ്ഷൻസ് ആർ ഒബ്സർവേഷൻ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ്, സർവേ മെത്തേഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ആൻഡ് ദ ആൻസർ ഈസ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ കുറച്ച് മെത്തേഡുകളുടെ കാര്യം പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഉത്തരത്തിൽ വന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അപ്പോൾ നേരത്തെ പറയുന്ന ഒബ്സർവേഷൻ മെത്തേഡും ക്ലിനിക്കൽ മെത്തേഡും സർവേ മെത്തേഡൊക്കെ പഠിച്ചു വയ്ക്കാൻ നല്ലതാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഇൻ സൈക്കോളജി. ഓപ്ഷൻസ് ആർ ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി ആൻഡ് ക്ലിനിക്കൽ മെത്തേഡ്. ഇപ്പം നമുക്ക് കേസ് സ്റ്റഡി എന്താണെന്ന് അറിയേണ്ടത്. കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ ഇൻ ഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് എ സിംഗിൾ പേഴ്സൺ, ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുകയാണെങ്കിൽ is a research instrument consisting of a series of questions for the purpose of gathering information from respondents ആണ്. And here the oldest method of psychology is introspection. അത് ഓർത്ത് വയ്ക്കുക. The oldest method in psychology is introspection. And the fourth one is name the method which deals with only one person at a time and promotes its adjustment. Options are case study, questionnaire, clinical method and experimental method. And the answer is clinical method. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കേസ് സ്റ്റഡി, എന്തൊക്കെയാണ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. MCQ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് തെറ്റായ ഉത്തരങ്ങളെ എലിമിനേറ്റ് ചെയ്യാം എന്നതാണ് മുഖ്യമായിട്ടുള്ളൊരു അജണ്ട. അത് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് the first book on psychology titled Principles of Psychology was published in the year. Options are 1879, 1895, 1890 and 1905. And the answer is 1890. 1890 ആദ്യത്തെ സൈക്കോളജി ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Principles of Psychology is an 1890 book about psychology by William James, an American philosopher and psychologist. Okay. And the sixth one is which of the following types in Gagner's hierarchy of learning exemplifies hypothesis making and hypothesis testing? Options are sign learning, stimulus response learning, rule learning and problem solving learning. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മാസ്ലോൻ്റെ ഹൈറാർക്കി നീഡ്സ് തിയറി പഠിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഗാഗ്നേഴ്സ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. 8 സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ സ്റ്റേജസ് നോക്കിയാലോ? യെസ്, ഫസ്റ്റ് വൺ ഈസ് സിഗ്നൽ ലേണിംഗ്, ദെൻ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ഓഫ് ലേണിംഗ്,
concept learning, rule learning, and problem solving. And here, which of the following types in Gagner's hierarchy of learning exemplifies hypothesis making and hypothesis testing? And the answer is problem solving learning. The last stage ആയിട്ടുള്ള problem solving learning ആണ് ഉത്തരമായിട്ട് വരുന്നത്. And the seventh one, who advanced the concept of creative self as the most essential aspect of one's personality? ആൾപോട്ടിൻ്റെ കാര്യം പറയാൻ നമുക്കറിയാം ആരാണ് പേഴ്സണാലിറ്റി വരുന്നുണ്ട്. ക്രിയേറ്റീവ് സെൽഫ് വരുന്നുണ്ടോ? വെയിറ്റ് ചെയ്യാം. ആഡ്ലറിൻ്റെ കാര്യം നമുക്ക് പറയാം. സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്കറിയാവുന്ന കാര്യമാണ്. സൈക്കോ അനലിറ്റിക്കൽ അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ തിയറി ഒക്കെ പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. കാളിയങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാളിയങ് ഒരു സ്വിസ് സൈക്കാട്രിസ്റ്റാണ്, സൈക്കോ അനലിസ്റ്റാണ്, ഫൗണ്ടഡ് അനലിറ്റിക്കൽ സൈക്കോളജിയാണ്. ആൻഡ് ഹിയർ the question is, who advanced the concept of creative self as the most essential aspect of one's personality? And the answer is Adler. ആഡ്ലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓസ്ട്രിയൻ മെഡിക്കൽ ഡോക്ടറാണ്, സൈക്കോതെറാപ്പിസ്റ്റാണ്, ഫൗണ്ടർ ഓഫ് ദ സ്കൂൾ ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജി ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫീലിങ്സ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷബോധത്തെക്കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആഡ്ലർ. അപ്പോൾ ഉത്തരം ആഡ്ലറാണ് വരുന്നത്. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് defense mechanisms are used by an individual. Options are to solve personal problems, to avoid unpleasant situations, to counter the hostility of others, to promote adjustment process. And the answer is to promote adjustment process. ഇപ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് വാട്ട് ഇസ് DM or defense mechanism. Is an unconscious psychological mechanism that reduces anxiety arising from unacceptable or potentially harmful stimulus. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡിനയൽ പറയാം, റിപ്രഷൻ പറയാം, പ്രൊജക്ഷൻ പറയാം, ഡിസ്പ്ലേസ്മെൻറ്റ് പറയാം, റിഗ്രഷൻ പറയാം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ നയൻത്ത് വൺ. എ സ്റ്റുഡൻറ്റ് വാണ്ട്സ് ടു നോ വെദർ ഹി വിൽ പെർഫോം വെൽ ഇൻ എ പർട്ടിക്കുലർ ജോബ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് വിൽ പ്രിഡിക്ട് ദിസ്? ഓപ്ഷൻസ് ആർ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഓസ്കുഡ് ടെസ്റ്റ്. നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? പേഴ്സണാലിറ്റി ടെസ്റ്റിൽ റോസ്കാക് ഇംപ്ലോ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി MMPI പഠിച്ചിട്ടുണ്ട്. പിന്നെ IQ ഇൻ്റലിജൻസ് കോഷൻ അറിയാനുള്ള ഒരു ടെക്നിക്ക് അറിയാലോ, MA/CA × 100, അതായത് മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100. ഇവിടുത്തെ ഉത്തരം പറയുന്നത് ദാറ്റ് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് എ സ്റ്റുഡൻറ്റ് വാണ്ട്സ് ടു നോ വെദർ ഹി വിൽ പെർഫോം വെൽ ഇൻ എ പർട്ടിക്കുലർ ജോബ് എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ്. അങ്ങനെയുള്ള പല ടെസ്റ്റുകൾ വഴി നമുക്ക് വെദർ ഹീ ഓർ ഷീ ഈസ് ഫിറ്റ് ഓർ നോട്ട് എന്നറിയാനുള്ള കാര്യം നമുക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ, ദ 10th one. എ ഗിഫ്റ്റഡ് ചൈൽഡ് വിൽ ടെൻഡ് ടു സർപ്പാസ് ദ ആവറേജ് ചൈൽഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏരിയാസ്? ഓപ്ഷൻസ് ആർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, സോഷ്യൽ മെച്യൂരിറ്റി ആൻഡ് പോയ്സ്, അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, ബ്രെഡ്ത്ത് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ജനറൽ വേഴ്സറ്റാലിറ്റി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, വായിക്കുമ്പോൾ ഉത്തരം കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അക്കാഡമിക്കലി വെൽബീയിങ് ആയിരിക്കും, അക്കാഡമിക്കലി സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 11th one. അറ്റ് ലോവർ ക്ലാസ്സസ് പ്ലേവേ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻസ് ആർ തിയറി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, ആൻഡ് ഫൈനലി സോഷ്യോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ്. ആൻഡ് ദ ആൻസർ ഈസ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. പ്ലേവേ മെത്തേഡ് ഇപ്പോൾ കുറേ മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ലോവർ ക്ലാസ്സിൽ പ്ലേവേ മെത്തേഡാണ്. ഇപ്പോൾ നമുക്ക് ABC മെത്തേഡ് ഉണ്ട്, വേർഡ് മെത്തേഡ് ഉണ്ട്, ഫ്രേസ് മെത്തേഡ് ഉണ്ട്, ഫോണിമിക് മെത്തേഡ് ഉണ്ട്, സിലബിക് മെത്തേഡ് ഉണ്ട്, പിന്നെ സെൻറ്റൻസ് മെത്തേഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം മെത്തേഡുകളുണ്ട്. ഇവിടെ അറ്റ് ലോവർ ക്ലാസ്സസ് പ്ലേവേ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഓർത്ത് വയ്ക്കുക. പിന്നെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഓർക്കേണ്ട കാര്യമാണ്. ഗ്രോത്ത് പറയുകയാണെങ്കിൽ അത് എപ്പോഴും ഗ്രോത്ത് പോവോ, വളർച്ച എപ്പോഴും ഉണ്ടാവില്ല, ഒരു സമയവും നിൽക്കും. ഡെവലപ്മെൻറ്റ് അങ്ങനെയല്ല, അങ്ങനെ വികസനം അല്ലെങ്കിൽ വികാസം പലപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, the next question. A young child responds to a new situation on the basis of the response made by him or her in a similar situation as in the present, as in the past. Options are law of analogy of learning, law of effect of learning, law of attitude of learning process, law of readiness of learning. Answer is law of effect of learning. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ലോസ് ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്.
നമ്മൾ ഓൾറെഡി ലോസ് ഓഫ് ലേണിംഗ് പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണ്? ലോ ഓഫ് റെഡിനസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസിൽ തന്നെ ലോ ഓഫ് യൂസ് ഉണ്ട്, ലോ ഓഫ് ഡിസ്യൂസ് ഉണ്ട്. ഇതിൽ ആൻസർ പറയുന്നത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്, ലോ ഓഫ് ഇഫക്റ്റ് ഓഫ് ലേണിംഗ്. ആൻഡ് ദ 13th one, dash is not considered a sign of being gifted. Options are creative ideas, fighting with others, novelty in expression, curiosity. സൈൻ ഓഫ് ബീയിങ് ഗിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ള ചോദ്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ദ ആൻസർ ഈസ് ഫൈറ്റിംഗ് വിത്ത് അതേഴ്സ്. ഫൈറ്റിംഗ് വിത്ത് അതേഴ്സ് ഇസ് നോട്ട് കൺസിഡർഡ് എ സൈൻ ഓഫ് ബീയിങ് ഗിഫ്റ്റഡ്. അതൊരിക്കലും അവർ ചെയ്യാറില്ല. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ 14th one. Children actively construct their understanding of the world is a statement attributed to. Options are Jean Piaget, Ivan Pavlov, Kohlberg and B.F. Skinner. And the answer is Piaget. Jean Piaget പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദറ്റ് ഈസ് 15th. Motivation in the process of learning. Options are sharpens the memory of learners, differentiates new learning from old learning, makes learners think unidirectional, creates interest for learning among young learners. And the answer is creates interest for learning among young learners. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ് ഫോർ ലേണിംഗ് എമംഗ് യങ് ലേണേഴ്സ്. ലേണിംഗ് ആണ് നമ്മൾ പലപ്പോഴും ഇമ്പാർട്ട് ചെയ്യേണ്ടത്, ഡിസിമിനേറ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും ടീച്ചിങ് അല്ല. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസെൻറ്റ് സൈക്കോളജി സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിംഗ്. ഇത് 15 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോഴത്തെ സീരീസ് ഫുള്ളും 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് റിവൈസ് ചെയ്യുക, 2-3 വട്ടം കേൾക്കുക, വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.